നമ്മൾ ഓർക്കുന്നില്ലേ 991 അന്ന് ബേപ്പൂരിലും വടകരയിലും കോൺഗ്രസിനും ലീഗിനും BJPക്കും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, ഒറ്റ സ്ഥാനാർത്ഥി. വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ആണെങ്കിൽ ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടിയായിരുന്നു. ഡോക്ടർ മാധവൻകുട്ടിയുടെ പ്രത്യേകത, അന്ന് കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും കർസേവ ചെയ്യാൻ വേണ്ടി പോയ കർസേവകർ ഇഷ്ടികയുമായിട്ടാണ് പോയത്. ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം രാമക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടിക. ആ ഇഷ്ടിക നൽകുന്ന ഒരു പരിപാടിയെ ഇഷ്ടികദാന യാത്ര എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത്. ആ ഇഷ്ടികദാന യാത്ര കോഴിക്കോട് മുതലക്കുളത്ത് ഉദ്ഘാടനം ചെയ്തയാളാണ് ഡോക്ടർ മാധവൻകുട്ടി. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും BJPയുടെയും പൊതു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളായിരുന്നു. ശിഹാബ് തങ്ങൾ അവിടെ വീട് കയറി പൊതുയോഗത്തിലൊക്കെ വന്ന് ഡോക്ടർ മാധവൻകുട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു. ശക്തമായ വിമർശനം ഈ നിലപാടിനെതിരെ ഉയർന്നു. അത് മുസ്ലിം ലീഗിനകത്തുനിന്ന് ഉയർന്നു. ഞങ്ങളുടെ ലീഡർഷിപ്പും ശക്തമായി വിമർശിച്ചു. അന്ന് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അസഹിഷ്ണുതയോടുകൂടിയാണോ ഈ പ്രശ്നത്തെ കണ്ടതല്ലല്ലോ. അന്ന് ആരെങ്കിലും ഒരു വലിയ വിഷയമാക്കിയത്? ഡോക്ടർ മാധവൻകുട്ടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചതിനെ ആരെങ്കിലും അന്ന് അതിശക്തമായി വിമർശിച്ചതിനെതിരെ ഇത് ഒരു മുസ്ലിം മതത്തിനെതിരാണ്, ഇതാകെ പ്രശ്നമാണെന്ന് ആരെയും പറഞ്ഞു? അപ്പം അന്നില്ലാത്തൊരു അസഹിഷ്ണുത എന്താണ് ഇന്ന് വരാൻ കാരണം? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഒരു വ്യക്തി ഇരുന്ന് അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചും പറയും. ഗോവിന്ദമാഷ എന്തൊക്കെ പറയുന്നുണ്ട്? ഗോവിന്ദമാഷ പറയുമ്പോൾ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലേ പറയുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഒരാൾ വിമർശന വിധേയമാകും, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആൾ വിമർശന വിധേയമാകും. ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരും അതിന് നേതൃത്വത്തിലുള്ളവരും ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം വിമർശിക്കപ്പെടും. അത് സ്വാഭാവികമല്ലേ? അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന നില രാഷ്ട്രീയത്തിൽ മതം കലർത്തലാണ്. അതൊരു മതത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രമം അത് ജനാധിപത്യത്തിന് നാണക്കേടാണ്. മതനിരപേക്ഷത ലജ്ജയോടുകൂടി കാണേണ്ട ഒരു സംഭവമാണ്. ഇത് വളരെ ബോധപൂർവമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുധാകരനെ വിമർശിച്ച അദ്ദേഹത്തിന് നിലവിളിയില്ല. എന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചാൽ അത് വലിയൊരു കുഴപ്പമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? വിമർശനത്തെ സഹിഷ്ണുതയോട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശരിയായ ഒരു നിലയാണോ? അങ്ങനെയുള്ളവർ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുനിന്ന് മാറുകയാണ് ചെയ്യേണ്ടത്.